ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാം അയച്ചു കൊടുത്ത ഫൂട്ടേജ് എല്ലാവരെയും കാണിക്കുകയാണ്. SI അത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ. ഇതൊക്കെ നീ എന്തിനാ ചെയ്തതെന്ന് SI ചോദിക്കുമ്പോൾ അത് പിന്നെ വസുന്ധരാമ ശ്യാമയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കളെല്ലാം എഴുതി വെക്കാനായി ഒരുങ്ങി. അതുകൊണ്ടാ, കൂടാതെ അരുണിനെ കൊണ്ട് എന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാനും ശ്രമിച്ചു. അതൊക്കെ കാരണമാണെന്ന് ഐശ്വര്യ പറയുമ്പോൾ ഐശ്വര്യയുടെ ഫോണിലേക്ക് സുരഭി വിളിക്കുകയാണ്. നിന്റെ അമ്മായിയമ്മ വസുന്ധരയും ആ ശ്രീകുട്ടിയുടെയും കാര്യം തീർന്നോ എന്ന് സുരഭി ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് SI ചോദിക്കുന്നു. പറയല്ലേ മമ്മി, പോലീസാണെന്ന് പറയുമ്പോൾ സുരഭി കോള് കട്ട് ചെയ്യുകയാണ്. ഇവളും ഇവളുടെ മമ്മിയും തരികിട തന്നെയാന്ന് പറഞ്ഞുകൊണ്ട് SI ഐശ്വര്യ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ശ്യാമേ, നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല, ഞാൻ തിരിച്ചു വരുമെന്ന് ഐശ്വര്യ പറയുന്നു. തുടർന്ന് SIയും കോൺസ്റ്റബിൾമാരും ചേർന്ന് ഐശ്വര്യയെ ബലമായി പിടിച്ച് ജീപ്പിൽ കയറ്റുകയാണ്. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ ഇരിക്കുന്ന വസുന്ധരയാണ്. അതേസമയം അശ്വതി അങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് വെള്ളം തരാൻ വസുന്ധര പറയുന്നു. വെള്ളം കൊടുത്തതിന് ശേഷം അശ്വതി പോകാനൊരുങ്ങുമ്പോൾ അശ്വതിയുടെ കൈപിടിച്ച് വസുന്ധര പറയുകയാണ്, എൻ്റെ മോൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയി. ഒരുപക്ഷെ നിന്നെയാണ് എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത്രയും ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലായിരുന്നു. മോളെന്നോട് ക്ഷമിക്കണം. ഇനിയും തെറ്റുകൾ തിരുത്താൻ അവസരമുണ്ട്. ആനന്ദേട്ടൻ വരട്ടെ, എല്ലാത്തിനും ഞാൻ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും വസുന്ധര പറയുന്നു. അതേസമയം വസുന്ധരയ്ക്കുള്ള ഗുളികയും കൊണ്ട് ശ്രീകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. ഗുളിക കൊടുത്തതിന് ശേഷം ഊണ് കഴിക്കാനായി വസുന്ധരയെ ശ്രീകുട്ടി അവിടെ പിടിച്ചിരുത്തുന്നു. ഇതൊക്കെ കണ്ടിട്ട് വസുന്ധര പറയുകയാണ്, ഇതാണ് യഥാർത്ഥ സ്നേഹം. മോൾക്ക് അമ്മയുടെ സ്നേഹം മാത്രം പോരാ, അച്ഛൻ്റെയും വേണം. അത് ഉടൻ തന്നെ കിട്ടും. ഇത് കേൾക്കുന്ന ശ്രീകുട്ടി ചോദിക്കുകയാണ്, മുത്തശ്ശി, ആരാ എൻ്റെ അച്ഛൻ? അത് മോളെ ഉടൻ തന്നെ പറയാമെന്ന് വസുന്ധര പറയുന്നു. മുത്തശ്ശി, എനിക്ക് വിശ്വാസമാ, മുത്തശ്ശി ഉടൻ തന്നെ പറയുമെന്നല്ലേ പറഞ്ഞത്? അതേ മോളെ എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ കൊണ്ട് വസുന്ധര പോകുമ്പോൾ അശ്വതിക്കും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ശ്യാമയ്ക്കും സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാത്തിനും ഭഗവാനോട് നന്ദി പറയുന്ന അശ്വതിയാണ്. അതേസമയം ശ്യാമ അങ്ങോട്ടേക്ക് വരുന്നു. ശ്യാമയോടും തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചതിന് അശ്വതി നന്ദി പറയുന്നു. ഇപ്പോൾ അശ്വതി ചേച്ചിക്ക് സമാധാനമായില്ലേ? ഉടൻ തന്നെ ചേച്ചിയുടെയും അരുണേട്ടൻ്റെയും വിവാഹം നടക്കും. ഞാനും അഖിൽ സാറും കൂടി അത് അമ്മയോടും അച്ഛനോടും പറയാനിരിക്കുകയാണ്. അരുണേട്ടനും ഐശ്വര്യടത്തിൻ്റെയും ഡിവോഴ്സ് എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ നടക്കും. ഉടൻ തന്നെ ഒരു താലികെട്ടും സദ്യയുമൊക്കെ പ്രതീക്ഷിക്കാമല്ലോ. അല്ല, നിങ്ങളുടെ കല്യാണം ക്ഷേത്രത്തിൽ വെച്ച് വേണോ ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണോ? ഇതൊക്കെ കേൾക്കുന്ന അശ്വതിക്ക് നാണം വരികയാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. കോൺസ്റ്റബിളിനോട് തട്ടിക്കയറുന്ന ഐശ്വര്യയാണ് കാണിക്കുന്നത്. ഞാനേ മിസ് കേരളയാണ്. എന്താ ഏതാന്നറിയാതെ എന്നെ അറസ്റ്റ് ചെയ്തതിന് നിങ്ങളുടെ SI അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. നിങ്ങൾ പറയുന്നൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. എനിക്കിവിടെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ അവിടെ നിന്ന് പോകുമ്പോൾ സുരഭി അങ്ങോട്ടേക്ക് വരികയാണ്. ആരാ ഇവിടുത്തെ SI എന്ന് സുരഭി ചോദിക്കുമ്പോൾ എന്താ കാര്യമെന്ന് കോൺസ്റ്റബിൾ ചോദിക്കുന്നു. എൻ്റെ മകളെ ഇവിടെ അനധികൃതമായി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് ചോദിക്കാനാ ഞാൻ വന്നത്. എനിക്ക് എൻ്റെ മോളെ കാണണം, നിങ്ങളങ്ങോട്ട് മാറാൻ സുരഭി പറയുമ്പോൾ കയ്യിലുള്ള വടിവെച്ച് SI സുരഭിയെ തലങ്ങും വിലങ്ങും തല്ലുകയാണ്. അങ്ങനെ SI അവിടെ നിന്ന് പോയതിനു ശേഷം വിശക്കുന്നു, എന്തെങ്കിലും വാങ്ങിത്തരാൻ സുരഭി പറയുമ്പോൾ ഒരു ലേഡി കോൺസ്റ്റബിൾ അവർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുകയാണ്. ഇതെന്താ, അപ്പമോ? എനിക്കെങ്ങും വേണ്ട, എനിക്ക് പൊറോട്ട വേണമെന്ന് ഐശ്വര്യ പറയുമ്പോൾ മര്യാദയ്ക്ക് കഴിച്ചോ, ഇല്ലെങ്കിൽ അടി വാങ്ങുമെന്ന് കോൺസ്റ്റബിൾ പറയുന്നു. ഇത് കേൾക്കുന്ന ഐശ്വര്യ ആഹാരം നിലത്തേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ നിന്ന് ആ ആഹാരം എടുപ്പിച്ച് ഐശ്വര്യയെ കൊണ്ട് കഴിപ്പിക്കുകയാണ് ആ കോൺസ്റ്റബിള്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണ്. ശ്യാമ പൂക്കളുടെയൊക്കെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി ശ്യാമയുടെ അടുത്തേക്ക് കുറെ മയിൽപ്പീലിയെല്ലാം പിടിച്ചുകൊണ്ട് ഓടി വരികയാണ്. അങ്ങനെ ശ്യാമ കുഞ്ഞിനെ എടുക്കുമ്പോഴേക്കും ശ്യാമ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണരുകയാണ്. തുടർന്ന് തൻ്റെ കണ്ണനെ നോക്കി ശ്യാമ പറയുകയാണ്, എനിക്ക് ജനിക്കാൻ പോകുന്ന സന്തതിയെക്കുറിച്ചുള്ള സൂചന തന്നതാണല്ലേ? അത്രയും പറഞ്ഞ് ശ്യാമ തൻ്റെ മടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു മയിൽപ്പീലി ഉണ്ടായിരുന്നു. ഇത് കാണുന്ന ശ്യാമ സന്തോഷത്തോടെ തൻ്റെ കണ്ണനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.